കമ്പക്കാർക്കിടയിൽ ആവണപ്പറമ്പിനെ അറിയാത്തവർ ചുരുക്കം. ആനയ്ക്ക് ദീനമെന്ന് കേട്ടാൽ മഹേശ്വരൻ നമ്പൂതിരിപ്പാടിനെ പിന്നെ ആദിയാണ്. എങ്ങനെയും അവിടെ ഓടിയെത്തും. ആനവൈദ്യത്തിന് പേരുകേട്ട ആവണപ്പറമ്പ് മനയിൽ നിന്ന് തന്നെയാണ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും വരവ്. ഒരു കാലത്ത് ഒരേ സമയം 15 ആനകളെ വരെ ചികിത്സിച്ചിരുന്ന സ്ഥലം. മുത്തച്ഛൻ നാരായണൻ നമ്പൂതിരിപ്പാടിൽ നിന്നായിരുന്നു മഹേശ്വരൻ ആന ചികിത്സയുടെ ബാലപാഠങ്ങൾ പഠിച്ചത്. എനിക്കൊരു ജീവിതത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ, അതായത് വളരെ തൃപ്തിയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൻ്റെ. പല ആളുകളെയും രക്ഷിക്കാനും പല ആനകളെ രക്ഷിക്കാനും കഴിഞ്ഞതിൻ്റെ ഒരു വലിയൊരു തൃപ്തി, മനസ്സിനൊരു സന്തോഷമുണ്ട്. അതാണിപ്പോൾ എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്നെ ഒരു ആദരിക്കാനൊക്കെ ആളുകൾ വരുന്നവർ, ഞാൻ അതിനൊക്കെ അർഹനാണോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ചെയ്തതിൻ്റെ പ്രതിഫലമാണല്ലോ. അത് ആളുകൾ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ടും ആർക്കും ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. കൂടാതെ അറിയപ്പെടാതെ കിടന്നേർന്ന എൻ്റെ കാരണവന്മാർ, അച്ഛൻ, മുത്തപ്പന്മാർ, മുത്തച്ഛൻ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവാണ് എനിക്ക്. അപ്പോൾ അവരെ ഒന്നുകൂടിയും ബഹുമാനിക്കാനോ അല്ലെങ്കിൽ അവരെ മനസ്സിൽ എല്ലപ്പോഴും കൊണ്ടു നടക്കാനോ ഒരു പ്രചോദനം കൂടിയാണ് അപ്പോൾ ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവാണ് എനിക്ക്. അപ്പം എനിക്ക് തരുന്ന ആദരം ഞാൻ അവർക്ക് വേണ്ടി സ്വീകരിക്കുകയാണ്. എനിക്ക് വേണ്ടി സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അവരെന്നെ പഠിപ്പിച്ചു തന്നു, ഞാൻ അതൊക്കെ ചെയ്തു. അതിൻ്റെ ഫലം കണ്ടപ്പോൾ എനിക്കാണിപ്പോൾ ആദരണം കിട്ടണം. അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ ഞാൻ അവരെ ധ്യാനിച്ചിട്ട് അവർക്ക് വേണ്ടിയാണ് എന്ത് പറയണതും അതെ, എന്ത് മേടിക്കുന്നതും അതെ. ഒപ്പത്തിനൊപ്പം നടന്ന് ആനയുടെ സ്വഭാവ സവിശേഷതകളും ചികിത്സാരീതികളും പഠിച്ചു. ഇതിനിടയിൽ റേഡിയോ എഞ്ചിനീയറിംഗ് പാസ്സായി. ജോലിക്ക് കാർഡ് വന്നെങ്കിലും വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്നതിനാൽ പോയില്ല. മുത്തച്ഛൻ മരിച്ചതോടെ പാരമ്പര്യമായി കിട്ടിയ കഴിവുകൾ അന്യം നിന്ന് പോകാതിരിക്കാൻ ചികിത്സാ രംഗത്തേക്ക് ഇറങ്ങി. ഞാൻ വളരെ കുട്ടിക്കാലത്ത് ഉപനയനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്കൊന്നും പറഞ്ഞയക്കില്ല, അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്താണ് വിഷവൈദ്യമൊക്കെ മുത്തപ്പൻ പഠിപ്പിച്ചു തന്നു. സംസ്കൃതം കുറെ പഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മുത്തച്ഛൻ്റെ അടുത്താണ് ഞാൻ രാത്രിയൊക്കെ ഊണ് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ പിന്നെ മുത്തച്ഛൻ ഉറങ്ങുന്നവരെ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നവരെ മുത്തച്ഛൻ്റെ അടുത്താണ് ആനക്കഥകളും ആനകളെ പിടിച്ച് കെട്ടണതും. പിന്നെ ഈ എനിക്കൊരു ആനയോട് താല്പര്യം കുട്ടിക്കാലത്ത് തന്നെ കാണിക്കൊണ്ട് ആനകൾ വന്നാൽ എന്നെ വിളിക്കും, വരിക അതെ കണ്ടുവോ എന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശനും മുത്തപ്പന്മാരും എല്ലാവരും കൂടിട്ടോ, പക്ഷെ അതിലും മുത്തശ്ശൻ തന്നെയാണ് പ്രഡോമിനൻ്റായിട്ട്. അപ്പം അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കിട്ടുന്നത് അറിവുകൾ. അത് കഴിഞ്ഞിട്ട് സംസ്കൃതമൊക്കെ പഠിച്ചപ്പോൾ ഞാൻ ഹസ്യായുർവേദമൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ഇവർ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിലും പറയണത്, കാണുന്നതും. അപ്പം എനിക്ക് ചികിത്സിക്കാൻ അതൊരു വലിയൊരു പ്രചോദനമായി. പാമ്പുകടിയേറ്റ് മരിക്കാറായ ഒട്ടേറെ പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അനുഭവം ആവണപ്പറമ്പിന്റെ ജീവിതത്തിലുണ്ട്. ഒരു വയസ്സിനും കൂടിയിട്ട് അവിടെ വന്നത്. അതാദ്യ ദാഹം എന്തോന്ന് കടിച്ചു. രാത്രിയാണ്, ഒരു 9 മണി ആയിണ്ടാവും. ആ സമയത്താണ് വന്നത്. അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ എന്തോ കടിച്ചു, ഇത്ര ദാഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ സംശയമില്ല. അയാളെ കണ്ടപ്പോഴും അതെ, അസാധ്യമായിട്ടുള്ള സഞ്ചാരം ഉണ്ടെന്ന് കണ്ടാൽ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ഇയാളുടെ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു മറ്റാളോട്. അയാൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഞാൻ വേഗം മൃതസഞ്ജീവിനി എന്നുള്ള ഗുളിക, ഒന്നാന്തരമായിട്ട് അരച്ചൂരിയിട്ടുള്ള ഗുളിക ഉണ്ടായിരുന്നു, അതൊരെണ്ണം കൊടുക്കാനായിട്ട് എടുത്ത് അവിടെ പോയിട്ട് ചുടുവെള്ളത്തിൽ ചാലിച്ച് ഇവിടെ വന്നപ്പോൾ ആളെ കാണാനില്ല. എവിടെ കിടക്കണമെന്ന് ശരി, എങ്ങോട്ട് പോയി അയാൾ? ജാതി നോക്കിയപ്പോൾ അവിടെ കട്ടിലുണ്ടല്ലോ, അവിടെ വീണ് കിടക്കുക. അവിടേക്ക് അയാൾ വീണ് ബോസായി പോയി, ആരുമില്ല. അപ്പം ഞാൻ എന്താ വേണ്ടതെന്ന് സംശയമായി. ഇത് വല്ലതും അഥവാ എന്തെങ്കിലും കൊടുക്കണം വെച്ചാലും ആരെങ്കിലും സഹായത്തിന് വേണ്ടേ. എന്നിട്ട് ഞാൻ ഇറങ്ങി ഇവിടുത്തെ ആളുകളെയൊക്കെ വിളിച്ചു. ശങ്കരനാരായണൻ, മറ്റേ കാപ്പി ക്ലബ്ബ് നടത്തുന്നുണ്ട് പത്മനാഭൻ നായർ, അവരൊക്കെ കൂടി വന്നു. എന്താ ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. അവർ വരുന്നവരെ ചെയ്താനിപ്പോൾ ചെയ്തിട്ടാണ് ഇങ്ങനെ അപകടമായി എന്ന് പറയില്ല എന്നിപ്പോൾ എങ്ങനെയാണിപ്പോൾ വിശ്വസിക്കുക? അപ്പം ഇന്ന ആളാണ് ഇയാൾ. ഞങ്ങൾ ആളെ വിളിച്ച് കൊണ്ടുവരാമെന്ന്. ഒരാൾ സൈക്കിളിൽ പോയിട്ട് അവരെ കൊണ്ടുവന്നിട്ടേ ചെയ്തുള്ളൂ. ചെയ്യണമെച്ചാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്നിട്ട് അയാളെ കൊണ്ടുവന്ന് കിടത്ത്. അപ്പോൾ മരിച്ചിട്ടില്ല, സംശയമില്ല. മരിക്കാൻ പോവുകയാണെന്ന് തോന്നും അങ്ങനെ കാണിക്കണ കണ്ട. അപ്പോൾ ഗരുഡാഞ്ജനം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുളികയുണ്ട്,
അത് വെറ്റില നീരിൽ അരച്ചിട്ട് 2 കണ്ണിലും തീക്ഷ്ണമായിട്ടുള്ളൊരു നസിയാണ്, അല്ല ഒരു അഞ്ജന, അതങ്ങോട്ട് തേച്ച് കൊടുത്തപ്പോൾ ഒരു ക്രമത്തിൽ ഇങ്ങനെ കണ്ണാണ്ട് മേടിച്ചു. എന്നിട്ട് സഞ്ചാരമൊക്കെ നടത്തി തുടങ്ങി. അപ്പോഴേക്കും അവരുടെ ബന്ധുക്കളുണ്ടല്ലോ, വേഗം കിഴിയൊക്കെ നടത്തി മേലെ മുഴുവനെ അങ്ങോട്ട് ചെയ്തപ്പോൾ ആ സഞ്ചാരമൊക്കെ കുറഞ്ഞു. നല്ല പടമുള്ള പാമ്പ് കടിച്ചതാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പം ഏട്ടനൊക്കെ ഓടിക്കുന്നു അവിടുന്ന്. ഏട്ടനും എല്ലാവരും വന്നായിരുന്നു. എന്താ തനിക്ക് തോന്നിയെന്ന് ചോദിച്ചു ഏട്ടൻ. എങ്ങോട്ട് പോയിന്നാ തോന്നിയേ? എവിടേക്കൊക്കെയോ എന്നെ ആരോ എടുത്ത് കൊണ്ടുപോയി തോന്നിയെന്ന് പറഞ്ഞു. ആന ചികിത്സയാണോ വിഷചികിത്സയാണോ കൂടുതൽ താല്പര്യമെന്ന് ചോദിച്ചാൽ ആവണപ്പറമ്പിന് കൃത്യമായ ഉത്തരമില്ല. അത് പറയാൻ പറ്റില്ല. അതായത് ഇത് രണ്ടും വിഭിന്നങ്ങളാണ്. ആന എന്നുള്ള ജന്തുവിനോട് ഒരു മമത കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതിനെ നല്ലോണം നോക്കണം, അതിന് നേരെയാവണം എന്നുള്ള, ആനയ്ക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് അതിനെ നേരെയാക്കി എടുക്കുക എന്നുള്ളത് ഒരു മനസ്സിൽ സാധാരണ തന്നെയുള്ള. മറ്റത് അങ്ങനെയല്ല. അത്യപകടമായിട്ടൊരു രോഗി വന്നാൽ അത് ഭേദമായിട്ട് അവിടുന്ന് നീക്കുമ്പോൾ നമ്മുടെ സംതൃപ്തി വളരെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ബന്ധുക്കളും എല്ലാവരും വന്നില്ലേ, രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞാൽ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമ്മളെ പിന്നെയും ചെയ്യാൻ. അത് ആർക്കും ഒന്നുമില്ല വെച്ചാൽ നമുക്കും തോന്നില്ല. തൃശൂർ ജില്ലയിലും പുറത്തുമായി പ്രായം പോലും വകവയ്ക്കാതെ ഇപ്പോഴും മഹേശ്വരൻ നമ്പൂതിരിപ്പാട് പോകാറുണ്ട്. ഗുരുവായൂർ, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളിലെ വിദഗ്ധ ആനചികിത്സാ സംഘത്തിലും ആവണപ്പറമ്പുണ്ട്. അതേസമയം ഇപ്പോഴത്തെ ആനപരിപാലനത്തിൽ ഈ ആന ചികിത്സകൻ ഒട്ടും സംതൃപ്തനല്ല. സാഹചര്യങ്ങൾ വളരെ വ്യത്യാസം വന്നു അന്നത്തെ ഇന്നത്തെ ആയിട്ട്. പണ്ട് ഈ ആനകളെ പരിപാലിക്കുന്ന ആളുകൾക്ക് നല്ല ജന്മിമാരോ അഥവാ ദേശമംഗലം, വരിക്കാശ്ശേരി, ഒളപ്പമണ്ണ, പാലിയം, അങ്ങനെ ആറമ്പാലാട്, അവരൊക്കെ വലിയ ജന്മികളാണ്. അപ്പം അവർക്കൊന്നും ആനയുടെ അതുകൊണ്ട് ലാഭം കിട്ടണ്ട. അപ്പം ആനയെ നേരെ നോക്കി നിർത്തുക മാത്രമേ ആവശ്യമുള്ളൂ. മജാണെന്ന് വെച്ചാൽ പിടിച്ച് കെട്ടും. ആന എഴുന്നള്ളിപ്പിനൊന്നും അയക്കണ്ട. തൻ്റെ ആന വളരെ നന്നായി നിൽക്കണം. ആ ഒരു സംഗതി ഇപ്പം മാറി. ഇപ്പം ഈ ആന ഉണ്ടെങ്കിൽ അതിൻ്റെ വരവില്ലാൻ്റെ അതിൻ്റെ ജീവിതം കഴിച്ചു കൂട്ടാൻ പറ്റില്ല. വലിയ ചിലവ് കൂടിയിരുന്നു. പണ്ടൊക്കെ പട്ട എവിടെയെങ്കിലും ചെന്നാൽ തമ്പുരാൻ്റെ ആന വന്നു എന്നാൽ പട്ട കൊടുക്കുക, അവരങ്ങോട്ട് തരും. ഇന്നിപ്പോൾ ഒരു പട്ട കിട്ടണമെന്ന് വെച്ചാൽ 5 ഉറുപ്പിക കൊടുക്കണം. ആ ഒരു വ്യത്യാസം വളരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതിലിത്തിരി ഒരു തന്നെ ബിസിനസ് മെൻറ്റാലിറ്റിയിലേക്ക് മാറേണ്ടി വരും ആനയുള്ള ഉടമസ്ഥന്മാർക്ക്. അതാണ്. അപ്പോൾ ആ സാഹചര്യം ഇത്തിരി വ്യത്യാസം വന്നു. അത് കാരണം അതിൻ്റെ പരിചരണത്തിലും ആ ഒരു അപാകത കാണാം. ശരിയായ പാപ്പാന്മാരില്ലാത്തതാണ് ആനകൾ അടിക്കടി ഇടയാൻ കാരണമെന്നും ആവണപ്പറമ്പ് പറയുന്നു. ആന ചികിത്സ ഒരു തപസ്യയാണ് ആവണപ്പറമ്പിന് അന്നും ഇന്നും. 80 പിന്നിടുമ്പോഴും ജീവിതാന്ത്യം വരെ ആനകളെ ചികിത്സിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയേ ഉള്ളൂ ഈ നമ്പൂതിരിപ്പാടിന്. മനോരമ ന്യൂസ്, തൃശൂർ. കേരളത്തിന്റെ പുതിയ സൗന്ദര്യ റാണി അണിയറ. റിപ്പോർട്ടറുടെ